പലതരം റൊമാൻറ്റിക് കഥകൾ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ പക്ക വെറൈറ്റി ആയിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് അല്ലേ? ഉറപ്പായും കേരളക്കര മുഴുവൻ ഏറ്റെടുത്ത റൊമാൻറ്റിക് കഥയിലെ നായകനെയും നായികയെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. വെൽക്കം സിതാര ആൻഡ് അമൽ, The Viral Stars. സിതാര, താങ്ക് യു ഫോർ കമ്മിങ്. അപ്പം എന്താ പറയാ, മൈക്ക് ആദ്യം പിടിച്ച് വലിയ വലിപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇവിടെ ഉണ്ടല്ലോ, എനിക്ക് പറയാനുള്ളത് സാധാരണ നമ്മൾ കേൾക്കുന്ന കഥകളിൽ വ്യത്യസ്തമാണിത്. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാലോ, ചുരുക്കി ചെറുതായിട്ട് പറയാം, ബാക്കി കഥ ഇവർ പറയും. സംഭവം ഇത്രേ ഉള്ളൂ, ആറന്മുള വള്ളസദ്യ കഴിക്കാൻ ഒരാൾ പോയി. പക്ഷേ വള്ളസദ്യക്ക് ആളെത്തി, ഈ നിൽക്കുന്ന ആളാണ് പോയത്. എന്നിട്ട് സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, ആ ആറന്മുള വള്ളസദ്യക്ക് പോയിട്ട് അവിടുന്ന് വള്ളസദ്യ കഴിക്കാതെ തൊട്ടപ്പുറത്തുള്ള പ്രേമിക്കുന്ന പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് സദ്യ കഴിക്കുക. അതിനുശേഷം അവിടുന്ന് അമ്മയ്ക്ക് ടാറ്റയും കൊടുത്ത് പെണ്ണിനെ അടിച്ചുകൊണ്ടങ്ങ് പോയി. ഇതാണ് ചുരുങ്ങിയ കഥ. ആണോ അല്ലയോ? എന്താ പറഞ്ഞേ, എന്താണ് ഇതിന്റെ അഡീഷൻ പറയട്ടെ? ഭവ്യ കഥ പറയുമ്പോ സിതാരയുടെ മുഖത്തുണ്ടായ വ്യത്യാസം എന്റെ പൊന്നോ, എന്തായിരുന്നു അത്? അതായത് ഞങ്ങളെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചതാ, ഡിസംബർ 29 കല്യാണം ഉറപ്പിച്ചതാ. അപ്പോൾ കല്യാണം ഉറപ്പിച്ചപ്പോൾ ഇവളെന്നെ വിളിച്ചു. ഒരു ടൈം ഒക്ടോബർ ആ ഒരു ടൈമിൽ എന്നെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിങ്ങനെ പോകാലോ. അപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിലൊന്ന് വരണോ എന്നുവെച്ചാൽ അമ്മ ഡേറ്റ് മാറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവളെ അമ്മേനോട് ഞാൻ ചോദിച്ചു എന്തിനാ ഡേറ്റ് മാറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മോൻ നാളെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മമ്മ ഞാൻ അവളെ കാണാൻ പോവാണ്, ആറന്മുള അടിച്ചോണ്ട് പോരുന്ന അമ്മമ്മേനോട് ഞാൻ പറഞ്ഞിക്ക്. അമ്മ പറഞ്ഞു ആ കൂട്ടിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ആറന്മുള സദ്യ ഒന്നുമില്ലെന്ന്, അന്ന് സദ്യ ഇല്ല. അപ്പോൾ ഞാൻ ആറന്മുളയ്ക്ക് പോയി, അവിടുന്ന് നേരിട്ട് അവളെ വീട്ടിൽ പോയി. അപ്പോൾ അവളമ്മ രാവിലെ ഇഡ്ഡലിയും കടലക്കറിയും തന്നു. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്ന കഴിച്ച്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് തന്നു. അതും ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് കഴിച്ചു. അപ്പോൾ അവളമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു. മോനെ ഡിസംബർ 29 കല്യാണം നടക്കില്ല, അവർക്ക് കുറച്ച് പണത്തിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഇപ്പം അറിയാലോ, ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചയക്കണമെങ്കിൽ എന്തായാലും നല്ല ഫിനാൻസ് വേണോ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അതെന്തിനാ എത്ര ബുദ്ധിമുട്ടുന്നത്, അവളെ എനിക്കിങ്ങ് തന്നേക്കുന്ന രീതി ഞാൻ പറഞ്ഞു. അപ്പോൾ ആ അമ്മ പറഞ്ഞു എൻ്റെ ഒറ്റ മകളാ, അമ്മയ്ക്ക് അച്ഛനും ഒറ്റ മകളാ. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് നല്ല രീതിക്ക് കല്യാണം കഴിച്ച് വിടണോ എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പണമൊന്നും വലിയ രീതിക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ അവളെ മുഖത്തേക്ക് നോക്കി, ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇത് എന്നെ നീണ്ടു പോവല്ലോ. അപ്പോൾ എങ്ങനെ മുഖത്തേക്ക് നോക്കി, എടുത്തോ വേഗം എടുത്തോന്ന് സിത്താരോട്. അപ്പോൾ വേഗം എടുത്തോന്ന് പറഞ്ഞിടത്തേക്ക് ഇവളെ അമ്മ പറഞ്ഞു എന്തായാലും നിങ്ങൾ ആറന്മുള അമ്പലത്തിലേക്ക് വന്നതല്ലേ, ഒന്ന് അവളെയും കൂട്ടി മോനെ ആറന്മുള അമ്പലത്തിൽ പോയിക്കളാന്ന് പറഞ്ഞു. അങ്ങനെ അവളെയും കൂട്ടി അവളമ്മ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു തന്നു ആറന്മുള അമ്പലത്തിലേക്ക്. അപ്പോൾ അപ്പോഴത്തേക്ക് ഇവള് ഈ രജിസ്റ്റർ ചെയ്യാനുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാ ബാഗ് എടുത്തതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഞങ്ങൾ രണ്ടാൾ ഫോൺ ഇടാനാണ്, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റൂലല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ ഓട്ടോറിക്ഷയ്ക്ക് കോഴഞ്ചേരി അന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, അവിടുന്ന് ചെങ്ങന്നൂരേക്കുള്ള ബസ് കയറി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ അവിടുന്ന് നേരിട്ട് അവളെ അന്ന് രാത്രി എറണാകുളം കൊണ്ടുവന്നു. ആ ഓട്ടോറിക്ഷ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനിക്കുന്ന കോഴിക്കോടാണ്. അന്ന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, അമ്മയോടൊന്നും പറയാണ്ടല്ലേ വന്നേ. അതുകൊണ്ട് അമ്മ അന്ന് വിളിച്ചൊന്നുമില്ല, പിന്നെ എന്നോട് കലിപ്പായിരുന്നു. ഇപ്പം മാറി. ഇപ്പം അത് കുറച്ച് നാളത്തേക്ക് ഉള്ളായിരുന്നു. വീട്ടിൽ പോയിട്ട് ഞാൻ വീട്ടിലൊക്കെ പോയി എല്ലാം സെറ്റായി. വീണ്ടും ഇഡ്ഡലിയും കടലക്കറിയും ഉണ്ടാക്കി തന്നോ? ഇഡ്ഡലിയും കടലക്കറിയും ഉണ്ടാക്കി തന്നു. എല്ലാരും പറയുന്നത് നിങ്ങൾ ആദ്യം ആറന്മുള അമ്പലത്തിൽ പോകണം. കേട്ടല്ലോ, അപ്പൊ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ നേരെ പോവുക ആറന്മുള ക്ഷേത്രത്തിലേക്ക് അല്ലേ, അവിടെ പോയ വല്ലതും നടക്കുന്ന പറയുന്നത്. സിത്താര, ഞാൻ കേട്ടിട്ടുണ്ട് സിത്താര നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണെന്ന്.
അല്ലല്ല ആണ്. അതിന് മുൻപ് ആ പാട്ടിലോട്ട് വരെ എനിക്കൊരു സംശയമുണ്ട്. എൽദോ, ഞാൻ ഇവരെ കുറെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ആ ഇന്റർവ്യൂലേ പ്രധാനമായിട്ടും എവിടെ പോയാലും സിത്താര പറയുന്നൊരു കാര്യമുണ്ട്. പുലർച്ചെ 3 മണി 4 മണി വരെയും ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ നിൽക്കുന്നത്. നിങ്ങൾ മറ്റേ സ്ഥിരം ഡയലോഗാണ്, പിന്നെ പറ ബാക്കി പറ, അത് തന്നെയാണോ പറയാറ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം എന്തെങ്കിലും പറയണം ചോദിക്കാൻ പാടില്ല എന്നാൽ പോലും? രാത്രി ഒരു 11 മണിക്കാണ് എൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആകുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 11 മണിക്ക് ഞങ്ങൾ തുടങ്ങും, ഫോൺ തുടങ്ങിയാൽ ഒരു 12 മണി വരെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. പിന്നെ ഒരു പുലർച്ചെ 8 മണി വരെ ചിലപ്പോൾ ഫോൺ ഉണ്ടാവും. ഇങ്ങനെ നീ പറ ഞാൻ പറ നീ പറ. എന്നാ പിന്നെ നീ പറ. ഓക്കെ, അപ്പം അമലിനും സിത്താരയ്ക്കും ഞങ്ങൾ ഒരുപാട് സന്തോഷം. ഈ നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ മുന്നിൽ വന്നിരിക്കുന്നതുണ്ടോ? ഓക്കെ, എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത്. ന്യൂസ് 18 കേരളയ്ക്ക് ഞങ്ങളെ എല്ലാവിധ എന്താ പറയാ ഒരുപാട് നന്ദി ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വിളിച്ചതിന്. അപ്പൊ എന്തായാലും ഇത്രയും എല്ലാവരും ഇനിയുള്ള കാലത്തോളം സന്തോഷമായിട്ട് രണ്ടാളും ജീവിക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ ഞങ്ങൾ വീണ്ടും വിളിക്കും. ഓക്കെ, അപ്പോ രണ്ടുപേർക്കും ആ മൈക്ക് തന്നോളൂ. സിത്താരയുടെ മൈക്ക് വാങ്ങിച്ചോളൂ. അപ്പോ സിത്താരയ്ക്കും ഒപ്പം അമലിനും രണ്ടുപേർക്കും നൽകുന്നു പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്.